ചെയ്യാനായിട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്താഗതിയേ ഉള്ളൂ. അവരുടെ കാര്യം പറയുമ്പോൾ കണ്ണു നിറയും. നമസ്കാരം, ഞാൻ ക്ഷേത്ര തൊഴിലാളിയാണ്. ഞങ്ങൾ ജനിച്ച് വളർന്ന ഈ തൊഴിലാണ്. പിന്നെ അതായത് ഞങ്ങളുടെ തൊഴിലെന്ന് പറയുന്നത് മൂശാരിപ്പണിയാണ്. ക്ഷേത്ര സംബന്ധമായ തൊഴിലുകളാണ്. കൊടിമരം, പഞ്ചലോഹ വിഗ്രഹം, ജീവേലി വിഗ്രഹം, താഴികക്കുടം, ക്ഷേത്ര സംബന്ധമായ എല്ലാ വർക്കുകളും ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങളുടെ തൊഴിലാണ്. ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് പിച്ചള തകടാണ്. പിച്ചള തകടിൽ ഡിസൈൻ ചെയ്ത് സോപാനം, കതക്, കട്ടള, ഇതാണ് ഇതിൻ്റെ വർക്ക്. അതുപോലെ തന്നെ ബീഡി ക്ഷേത്രത്തിൻ്റെ, അതായത് ഈ ക്ഷേത്രം പിത്തള പൊതിഞ്ഞ കാലം മുതൽ ഞാൻ എൻ്റെ ചിലവിലാണ് ഇത് എല്ലാം നടക്കുന്നത്. ഇതിൻ്റെ ചിലവ് കംപ്ലീറ്റ് എനിക്കുള്ളതാണ്. ഇവർക്ക് കൂലി കൊടുക്കുന്നതും മൊത്തത്തിലുള്ള ചിലവ് ഞാനാ വഹിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണ്? നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ഈ മിനുക്കം വരുത്തുന്ന തിളക്കം വരുത്തുന്ന രീതി എങ്ങനെയാണ്? ഇതിൻ്റെ തിളക്കം വരുന്നത് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് കഴുകും. നൈട്രിക് ആസിഡ് കഴുകി പിന്നെ അത് മിഷൻ ബഫ് ചെയ്യും. മിഷൻ മോട്ടർ 3 ഫേസ് മോട്ടറിൽ ബഫ് ചെയ്ത് ആണ് ഇത് പിന്നെ കളറെടുക്കുന്നത്. കളറെടുത്ത് പിന്നെ അത് പോളിഷ് ചെയ്ത് തുടച്ച് പിന്നെ ലാക്കർ കോട്ട് ചെയ്യും. ക്ലിയർ അടിക്കും. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതി അടിക്കാവുന്ന ഒരു 5-6 കൊല്ലം നിൽക്കും സൂക്ഷിച്ചാൽ. കംപ്രസറിലാണ് കംപ്രസർ പ്ലേ ചെയ്യാം. അതെ, അത് എല്ലാ ഈ കൊടിമരത്തിൻ്റെയൊക്കെ വർക്കും അങ്ങനെ തന്നെ ക്ലിയർ കോട്ടിലാണ് ഈ കളർ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോൾ തൊഴിലാളികളെന്ന് പറഞ്ഞാൽ ഒരു 8 പേര് ഒരു 10 ദിവസം. അന്നേരത്തേന് നമുക്ക് ഈ ദേവീ ക്ഷേത്രവും ചെറിയ ക്ഷേത്രങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഈ പിന്നെ പോളിഷ് ചെയ്ത് പിത്തള ചുറ്റി വെച്ചേക്കുന്നത് വളരെ ഭംഗിയായിട്ട്. അതെ, പിത്തളയാണെന്നാണ് ഈ സംഭവം. അതെല്ലാം പിച്ചളയാണ്. വളരെ ഭംഗിയായിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കുക. അത് പിന്നെ കടയ്ക്കത്തമ്പുരാട്ടിയുടെ പിന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ളത് എത്ര ദിവസം കൊണ്ട് ഇനി തീരുവത്? ഇനിയിപ്പോൾ നാളെ, അതായത് മഹേരത്തിൻ്റെ അന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പിന്നെ ഈ മഹേരത്തിനെ തീരാവൂ. കാരണം പിന്നെ മഹേരത്തിന് പുതിയ രീതിയിൽ വിളക്ക് കത്തിക്കണം. അത് അങ്ങനെയാണ് ഞാനും കുറുപ്പും കൂടെ ധാരണയിൽ എത്തിയിരിക്കുന്നത്. കുറുപ്പിൻ്റെ ആഗ്രഹം കൂടാതെ, കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ തിരുവാതിരയ്ക്ക് വിളക്ക് കത്തിക്കാം. നെഞ്ച് തട്ടുകയാണിത്. എത്ര വർഷം കൊണ്ട് പിന്നെ ഈ ഒരു മേഖലയിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു 10-25 വർഷം കൊണ്ട് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കടയ്ക്ക തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് ഈ ഉത്സവം വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ മിനുക്കുപണി ചെയ്യുമല്ലോ. അതിന് പിന്നെ തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു എല്ലാ വർഷവും? തുടർച്ചയായിട്ട് ഞാൻ ഇത് പണി ഈ പിത്തള വർക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പണി ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10-15 വർഷമാകത്തില്ലേ, 20 വർഷത്തോളവും. 20 വർഷം കൊണ്ട് പുള്ളിയുടെ കൂടെ, രാജൻ എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ ജോലിയായിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്താണോ താമസം? എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും വന്ന് ഇതിന്റെ വർക്കിനായിട്ട് വരും. ഇടക്കലമ്മയുടെ ഈ പിന്നെ തിരുസന്നിധിയിൽ വന്ന് ഈ ജോലികളെല്ലാം ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കുതിരയെടുപ്പിനും അനുബന്ധ പിന്നെ ഉത്സവത്തിനും എല്ലാം വരത്തില്ലേ? വരും, തീർച്ചയായിട്ടും വരും. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനിൽകുമാർ. മെയിൻ ഞാൻ തന്നെ ജോലി. പിന്നെ ഇപ്പോൾ കൂടെ ഉള്ള ജോലിക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 12-ഓളം പേരുണ്ട് ജോലിക്കാർ. അവർ പിന്നെ ഇവിടെ റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ എനിക്ക്. കൊടിമരം, പിന്നെ താഴികക്കുടം, പിന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ നിർമ്മിച്ചാണ് ഓരോ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ജോലി ആവശ്യം പോലെ വർക്കുമുണ്ട്, ഇഷ്ടം പോലെ പണിയുണ്ട്. കടയ്ക്കലമ്മയുടെ ഈ തിരുസന്നിധിയിൽ ഈ ഞാൻ ഒരു പിത്തള വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറുത്ത് കരിക്കട്ട പോലെ കിടന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അത്
വേറെ എവിടെ നിന്നൊക്കെ 2-3 പേരെ കൊണ്ടുവന്ന് പണിയിച്ചിട്ട് ഒക്കാതെ വന്ന് പിന്നെ ഞാൻ ഇത് ഏറ്റെടുക്കുക ചെയ്തേ. ഏറ്റെടുത്ത് എല്ലാ വർഷവും ഇത് പൈസ എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തുകയാണ്. ഒരു തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു വീതാംശം മാറ്റി വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അത് കൊടുക്കയിൽ പൈസ കിട്ടാനും ശരി, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് 10,000 2,000 അല്ലെങ്കിൽ 1,000 അല്ലെങ്കിൽ 5,000 ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചാണ് ഒരു വർഷം തികയുമ്പോഴത്തേക്ക് ഞാനിത് ഈ പണി ഇവിടെ തുടങ്ങുന്നത്. അതായത് കടയ്ക്കൽ തിരുവാതിരയ്ക്ക് ഒരു 10 ദിവസത്തേക്ക് മുമ്പ് ഈ പണി തുടങ്ങും. പണി തുടങ്ങി അത് പൂർത്തിയാക്കി ഇത് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അത് ചെയ്യാനുള്ള പൈസകളും എനിക്ക് അമ്മ കണ്ടെത്തി തരുന്നുണ്ട്. അതൊരു കടക്കലമ്മയുടെ കാര്യം പറയുമ്പം കണ്ണു നിറഞ്ഞല്ലേ? അതെ, ഒരു വല്ലാത്ത ഫീലിങ്സ് ആണ് ഈ കടക്കലമ്മയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ. അതെ 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 അതായത് ഇതിനകത്ത് ഈ വർക്ക് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചിന്താഗതിയേ ഉള്ളൂ. അവരുടെ കാര്യം പറയുമ്പോൾ കണ്ണു നിറയും. എല്ലാ സങ്കടങ്ങളിൽ നിന്നും അമ്മ നമ്മളെ കൈപിടിച്ച് ഉയർത്തി. എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഒരു വർക്ക് കിട്ടിയാൽ അമ്മയുടെ വീതം മാറ്റിയതിന് ശേഷമേ ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ എന്തെങ്കിലും കൊടുക്കത്തുള്ളൂ. ഓക്കെ, വളരെ സന്തോഷം. ഭയങ്കര സന്തോഷം.